ഇന്ന് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് സീരീസിലെ നെക്സ്റ്റ് സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇത് നമ്മൾ രാവിലെ സ്റ്റേ ചെയ്ത സ്ഥലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പുഡിങ്സ് പോലെയുള്ള സംഭവങ്ങൾ, പിന്നെ ബ്രെഡ്, ജാം, പിന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ ഇങ്ങനത്തെ ഓട്സ്, അതുപോലെ തന്നെയുള്ള കോൺഫ്ലെക്സ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്കിവിടെ. ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്സ്, അങ്ങനത്തെ ഇഷ്ടംപോലെ ഓപ്ഷൻസ്. ഇത് നമ്മൾ ബീൻസ്, പിന്നെ ഒരു ജാസ്മിൻ റൈസ് ഉണ്ടായിരുന്നു, ബേക്കൺ, അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ്, അങ്ങനെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി സ്പോട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അതുപോലെ അവിടുത്തെ മോർണിംഗ് വ്യൂവും അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് അവിടുന്ന് ഫുള്ള് നമുക്ക് ആൽപ്സ് പർവ്വതങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഒരു സൂപ്പർ വ്യൂ ആയിരുന്നു നമുക്ക് നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് സ്പോട്ട്സിലോട്ടാണ്. എവിടെയാണെന്ന് അറിയാവോ ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത്? യെസ്, 3454 മീറ്ററോളം ഒരു ലെവൽ വരുന്ന, സീ ലെവൽ അബോവ് നിൽക്കുന്ന, ഫുൾ ഗ്ലേഷ്യേഴ്സായിട്ട് സറൗണ്ട് ചെയ്യുന്ന, സ്നോയി ഒരു ഏരിയയിൽ വരുന്ന, ഈവൻ സമ്മർ ടൈമിൽ വരെ ഫുൾ ഓഫ് സ്നോ കവേർഡ് ആയിരിക്കുന്ന യൂറോപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ജങ്ഫ്രോജോഷ് എന്ന് പറയുന്ന ദ ടോപ്പ് ഓഫ് യൂറോപ്പിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത്. സോ ഇത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അടിപൊളി ഒരു സ്പേസ് ആയിരുന്നു. യെസ്, അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഒരു ഭാഗങ്ങളായിരുന്നു. നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ആൽപ്സ് പർവ്വതങ്ങൾ മൊത്തം മഞ്ഞിലിങ്ങനെ മൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കാണാൻ കണ്ണിനൊരു കുളിർമയായിരുന്നു. നമുക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടന്ന്, നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത് ഇന്റർലേക്കൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. സോ അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ പിടിച്ചു വേണം നമുക്ക് ഈ ജങ്ഫ്രോജോഷ് എന്ന് പറയുന്ന ടോപ്പ് ഓഫ് യൂറോപ്പിലോട്ട് പോകാൻ. സോ ഇത് സ്വിറ്റ്സർലാൻഡിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് സ്പോട്ട്സ് ആണ്. പിന്നെ ഒരു കാര്യമുള്ളത്, അവിടത്തേക്കുള്ള നമ്മുടെ ടിക്കറ്റ് ചാർജസ് ഇച്ചിരി കൂടുതലാണെന്ന് പറയാം. കാരണം ഭയങ്കരമായിട്ട് ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് അത് ഭയങ്കര നമുക്ക് വരുന്ന കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോകുന്നത്, നമ്മൾ ഓൾറെഡി സ്വിസ് പാസ് എടുത്ത കാരണം നമ്മൾ അത് അടുത്ത് വരെ പോവാം. അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ മെയിൻ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നമുക്ക് കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ ഓടി അതിനകത്തേക്ക് കയറുവാണിത്. സോ നമുക്കറിയാം സ്വിസ്സിലെ ട്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ്. ഷാർപ്പ് ടൈമിങ്, അത്ര പങ്ക്ച്വാലിറ്റി ഉള്ളതാണ് നമ്മുടെ സ്വിസ്സിലെ ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 4:15 ഒരു ട്രെയിൻ വരുന്നു പറഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റ് ഷാർപ്പായിരിക്കും. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ട്രെയിൻ എപ്പോഴാണ് അവിടെ സ്റ്റോപ്പിൽ നിന്ന് എടുത്തു പോകുന്നതെന്നുള്ള ടൈമിംഗ് ആണ് അവരെപ്പോഴും മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ മാപ്സിനകത്ത് നോക്കിയാലും ഇപ്പോൾ ഇന്ന സ്പോട്ടിൽ നിന്ന് ഇന്ന സ്പോട്ടിലോട്ട് നമുക്ക് പോകണമെന്ന് ഇട്ടാലും, അതുപോലെ അവിടെ SBB എന്ന് പറയുന്ന ഒരു മൊബൈലിൻ്റെ ആപ്പ് ഉണ്ട്. അതാണ് ട്രെയിൻ ടൈമിങ്സ് നമുക്ക് ഷാർപ്പായിട്ട് പറഞ്ഞു തരുന്ന ഒരു ആപ്പ്. സോ അതിൽ നോക്കിയാലും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സിൽ നമുക്ക് ഇന്ന സ്പോട്ടിൽ വേറെ സ്പോട്ടിലോട്ട് പോകണം എന്നുള്ള അടിച്ചാലും കറക്റ്റായിട്ടുള്ള ട്രെയിൻ ടൈമിങ്സും കണക്ഷൻ ട്രെയിൻസും ഒക്കെ അവർ പറഞ്ഞു തരും. സോ അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടി പറ്റും. കാരണം അവിടെ എല്ലാ ഏരിയാസും, ഈവൻ ബസ്സിനേക്കാൾ കൂടുതൽ കണക്ടിവിറ്റി ഉള്ളത് ട്രെയിൻസ് വഴിയാണ്. ആൻഡ് ട്രെയിൻസ് ഒക്കെ സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയണം, അതായത് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അതുപോലെ ഫുൾ ഗ്ലാസ് ഡോർസ് ആയിരിക്കും. അപ്പം നമുക്ക് പുറത്തുള്ള വ്യൂസ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ട്രെയിൻ ജേർണി തന്നെയാണ്. സോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാൻ പറ്റും, ഫുൾ മഞ്ഞിലിങ്ങനെ മൂടി ഇങ്ങനെ കിടക്കുകയാണ്, ഫുൾ സ്നോ. എവിടെ നോക്കാലും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, അപ്പോൾ ഈ ജങ്ഫ്രോജോഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓൺ ദ കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത്, അതായത് കുറേ ഗ്ലേഷ്യർ വ്യൂസും അതുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള ട്രെയിൻ ജേർണിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ആക്ച്വലി ഈ ജങ്ഫ്രോജോഷിൽ പോകുന്നത് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 16 ഇയേഴ്സ് കഴിഞ്ഞിട്ട്, 16 ഇയേഴ്സ് എടുത്തിട്ടാണ് അവർ ഈ ഹയസ്റ്റ് പോയിന്റിലോട്ട് അവർ ആ ട്രെയിനിൻ്റെ പാളങ്ങളും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. സോ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ്സ് ആയിരുന്നു അത്. ആൽപ്സ് പർവ്വതങ്ങളുടെ അടുക്ക് എത്താനായിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ റെയിൽവേസിനത്. സോ
ശരിക്കും ജങ്ഫ്രോജ് വെച്ച് പോകേണ്ട ഒരു ആവശ്യമുള്ള ഒരു വേർത്തായിട്ടുള്ള സ്ഥലമാണോ? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. സോ നമുക്ക് ഈ മലനിരകളിലൂടെയൊക്കെ പോയിട്ട് അവിടെ എത്തുന്നത് ആക്ച്വലി ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ആക്ച്വലി ജങ്ഫ്രോജ് എന്ന് പറയുന്നത് സ്വിസ് ആൽപ്സിൻ്റെ ഒരു ഹാർട്ടായിട്ടുള്ള, അതായത് ഒരു നടുവിൽ ഹാർട്ട് ഓഫ് സ്വിസ് ആൽപ്സ് എന്ന് പറയുന്നത് ജങ്ഫ്രോജ് ആണ്. സോ എവിടെയാണെന്ന് വെച്ചാൽ ബെർണീസ് ഒബർലാൻഡ് എന്ന് പറയുന്ന ആ റീജിയനിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2 മാസീവ് മൗണ്ടെയിൻ പീക്സിൻ്റെ നടുവിലാണ് ഇത് വരുന്നത്. അതായത് ജങ്ഫ്രാവു ആൻഡ് മൊൻച്ച് എന്ന് പറയുന്ന 2 മാസീവ് മൗണ്ടെയിൻ പീക്സിൻ്റെ നടുവിലായിട്ടാണ് ജങ്ഫ്രോജ് എന്ന് പറയുന്ന ഈ ടോപ്പ് ഓഫ് യൂറോപ്പ് വരുന്നത്. സോ യൂഷ്വലി നമ്മൾ ട്രാവലേഴ്സ് പല സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടുള്ള ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്ത് ഇന്റർലേക്കണിലായിരുന്നു. സോ ഇന്റർലേക്കൻ വെസ്റ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കുറേ ആൾക്കാർ ഗ്രിൻഡൽവാൾഡ്, കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഗ്രിൻഡൽവാൾഡിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ലോണ്ടർബ്രൺ എന്ന് പറയുന്ന വേറൊരു വില്ലേജ് ഏരിയ ഉണ്ട്. സോ ഈ 3 സ്ഥലത്തു നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഈ പോസ്റ്റ് കാർഡ് വ്യൂ വരുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. സോ എന്താണ് ജങ്ഫ്രോജ് സ്പെഷ്യൽ ആക്കുന്നത്? അതായത് അതിൻ്റെ ഹൈറ്റ് ആണോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ട്രെയിൻ വഴിയാണ് എത്താൻ പറ്റുന്നത്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു അഡ്വഞ്ചറാണ് നമുക്ക് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 20th സെഞ്ച്വറിയിലെ എഞ്ചിനീയറിംഗ് വഴിയാണ് ഈ ജങ്ഫ്രോ റെയിൽവേ സിസ്റ്റം ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ, ആ റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ തീർത്തത്. സോ ഓൾമോസ്റ്റ് ഒരു 1896 തുടങ്ങിയിട്ട് ഒരു 16 വർഷം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 വർഷം എടുത്തിട്ടാണ് ഈ ടണൽസും അതുപോലെ തന്നെ ഈ സോളിഡ് റോക്കൊക്കെ നന്നായി കാർവ് ചെയ്തെടുത്ത് സീ ലെവലിൻ്റെ ഈ ഹയസ്റ്റ് പോയിന്റിലോട്ട് ടണൽസൊക്കെ ബിൽഡ് ചെയ്തിട്ടാണ്, കഷ്ടപ്പെട്ടാണ് അവർ, ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ് അവർ ഈ കംപ്ലീറ്റ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ഈ ഒരു പോയിന്റിലോട്ട് എത്താനുള്ളത് കംപ്ലീറ്റ് ചെയ്ത് നമുക്കായിട്ട്, ഈവൻ ടൂറിസ്റ്റുകൾക്കും അവിടെ ഉള്ളവർക്കും ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തുറന്നു തന്നത്. അപ്പോൾ യാത്രകൾ തുടങ്ങുമ്പോൾ പതുക്കെ ആ ഗ്രീൻ ആയിട്ടുള്ള ഗ്രീനിഷ് മെഡോസ് ഒക്കെ പതുക്കെ റോക്കി ക്ലിഫ്സ് ആയിട്ട് മാറും. അങ്ങനെ പതുക്കെ മെല്ലെ മെല്ലെ ട്രീസ് ഒക്കെ ഡിസപ്പിയർ ചെയ്ത് സ്നോസ് വരാൻ തുടങ്ങും. ആൻഡ് യൂഷ്വലി അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ നിർത്തിയിട്ട് പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ നമുക്കൊക്കെ കാണിച്ചു തരും വിൻഡോസിൽ കൂടെയോ, അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ മൗണ്ടെയിൻസിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ട്രാൻസ്പോർട്ടേഷനിലുപരി ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു 1 ടൈം എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നത്. ആൻഡ് യെസ്, ദ മൊമെന്റ് ദ ട്രെയിൻ ഡോർസ് ഓപ്പൺ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റും. എയർ ഇങ്ങനെ തിന്നായിക്കൊണ്ടിരിക്കുകയായിരിക്കും, ടെമ്പറേച്ചർ ഇങ്ങനെ മെല്ലെ മെല്ലെ ഡ്രോപ്പ് ചെയ്യും, നിങ്ങളുടെ ബ്രെത്ത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 3454 മീറ്റേഴ്സ് അബവ് സീ ലെവലാണ് ജങ്ഫ്രോജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈവൻ സമ്മർ ടൈമിൽ വരെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആണ്. സോ ഏതൊരു ഡയറക്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സൈലൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഓൾമോസ്റ്റ് അൺറിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. സോ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പാസ്പോർട്ട് കിട്ടുന്നത്. സോ ഇതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെല്ലുന്ന ദിവസം നമുക്ക് ഈ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഈ പാസ്പോർട്ട് കിട്ടും. ഈ പാസ്പോർട്ട് നമുക്ക് അവിടെ സീൽ ചെയ്ത് നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ്. സോ നമ്മൾ റെയിൽവേയിലെത്തി നമ്മൾ ആ മെയിൻ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ ടിക്കറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 300 യൂറോസിൻ്റെ അടുത്ത് വരും ഒരാളുടെ ടിക്കറ്റ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സ്വിസ് പാസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50% ഓഫ് കിട്ടും. അതുപോലെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ടൂറിസ്റ്റ് കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്വിസ് പാസ് ഇല്ലെങ്കിൽ തന്നെ ആ ടൂറിസ്റ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഗ്രിൻഡൽവാൾഡിലോട്ട് തന്നെ വരാം. അല്ലെങ്കിൽ ലോണ്ടർബേൺ എന്ന് പറയുന്ന വേറൊരു വാലി സൈഡ് ഉണ്ട്, അങ്ങോട്ടും നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് പോകാൻ വേണ്ടി പറ്റും. സോ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്കറ്റ് ചാർജസ് ആണ് വരുന്നത്. സോ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേബിൾ കാറിലാണ്. ഏഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന കേബിൾ കാറിലാണ് നമ്മൾ ഇത് പോകാൻ പോകുന്നത്. സോ ഈ ഒരു ഗ്ലേഷ്യർ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
അതുപോലെ നിങ്ങൾ ജംഗ്ഫ്രോജോസിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ലാർജസ്റ്റ് ഗ്ലേഷ്യർ ഇൻ ദ ആൽപ്സ് കാണാൻ പറ്റും. അതിൻ്റെ പേര് അൽസച്ച് ഗ്ലേഷ്യർ എന്ന് പറയും. സോ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ആ കേബിൾ കാറിൽ ഓടി കയറി അത് ക്ലോസ് ചെയ്തും. അതും ഭയങ്കര ബിഗ് ആയിട്ടുള്ളൊരു കേബിൾ കാറാണ്. ഓൾമോസ്റ്റ് ഒരു 10 to 15 മെമ്പേഴ്സിന് നമുക്ക് അതിനകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മെല്ലെ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റും ഫാക്ടേഴ്സൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആ ഒരു ജേർണി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ജേർണി. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് അവിടെ സ്കീയിങ് ചെയ്യാനും സ്നോ സ്കേറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ആൻഡ് നൗ ദ കേബിൾ കാർ ഇസ് സ്ലോലി മൂവിങ്. ഒരു എന്താ പറയുക, നല്ല സ്പീഡിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴത്തോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, ഫുൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന അതും, പിന്നെ അതുപോലെ കുഞ്ഞു വീടുകൾ വലുതാണ്, പക്ഷേ മേലേന്ന് നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞു വീടുകളും പിന്നെ മരങ്ങളും, ശരിക്കും ഒരു പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. അങ്ങനെ ഒരു സ്ഥലമാണ് ആക്ച്വലി ഈ ജംഗ്ഫ്രോജോസ് എന്ന് പറയുന്നത്. അതിൻ്റെ വ്യൂവും അതിൻ്റെ കാര്യങ്ങളൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. സോ നമുക്ക് കാണാം, ഇത് മൊത്തം ഈ വെള്ളം മൊത്തം മഞ്ഞാണ്. അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വീടുകളുടെ മേലെയുള്ള മഞ്ഞിൽ മൂടി നിൽക്കുന്ന സ്ഥലങ്ങളും പിന്നെ ആൾക്കാർ സ്കീയിങ് ചെയ്യുന്നതും അപ്പുറത്തോടെ പോകുന്ന വേറെ തരത്തിലുള്ള നമ്മുടെ കേബിൾ കാർസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് സ്കേറ്റിംഗ് ബോർഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുവന്ന് നമുക്ക് സ്കീയിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ റെൻറ്റിനും കിട്ടുന്നതാണ്. സോ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു എക്സ്പീരിയൻസും അവിടെ ചെയ്യുന്നതായിരിക്കും. സ്കീയിങ് എക്സ്പീരിയൻസ്, ആ സ്നോയിലൂടെ ഒഴുകി പോകുന്ന ആ ഒരു എക്സ്പീരിയൻസും ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. നമ്മളിങ്ങനെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം ഉണ്ട് നമുക്ക് കേട്ടോ. ഈ ഏഗർ എക്സ്പ്രസ് കേബിൾ കാറിൽ കൂടെ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സോളം പോയാലാണ് നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് എത്തുക. സോ നമ്മൾ ട്രെയിനിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഈ 20 മിനിറ്റ്സ് കേബിൾ കാർ കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങുന്നിടത്ത് അടുത്ത സ്പോട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ടണൽ ഉണ്ടാക്കിയേക്കാണ് ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിലോട്ട്. സോ നമുക്ക് നടന്ന് ഇത്രയും ഹൈക്ക് ചെയ്ത് പോകുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേറെ റൂട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പോയത് ഇങ്ങനെ കണക്ഷൻസ് എടുത്താണ് പോകുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ മസ്റ്റ് എക്സ്പീരിയൻസ്. ആൻഡ് നമുക്ക് ഭയങ്കര ത്രില്ല് തന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് തണുപ്പ് സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന മരങ്ങളും ഓൾമോസ്റ്റ് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ ഇരിക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സറൗണ്ടഡ് ബൈ സ്വിസ് ആൽപ്സ്. ഫുള്ള് സ്വിസ് ആൽപ്സ് അതാണ് ചുറ്റിനും. അതിൽ ഫുൾ മഞ്ഞ്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സൂപ്പർബ്. അങ്ങനെ ഫൈനലി നമ്മൾ ആ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോകുന്നത്, ലൈക്ക് ടോപ്പ് ഓഫ് ദ പോയിന്റ്. അപ്പം നമ്മുടെ സ്റ്റേ പ്ലേസിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് ഗ്രിൻഡൽവാൾഡ് എത്തി. ഗ്രിൻഡൽവാൾഡിൽ നിന്നാണ് നമ്മൾ ഏഗർ എക്സ്പ്രസ് എടുത്ത് നമ്മൾ അതിൻ്റെ 20 മിനിറ്റ്സ് റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ചിട്ടാണ് ടോപ്പ് ഓഫ് യൂറോപ്പിലോട്ട് പോകുന്നത്. സോ എല്ലായിടത്തും ടിക്കറ്റ് ചെക്കിങ്സ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കയറണം.
അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് ആ പാസ്പോർട്ട്സ് കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പാസ്പോർട്ട്സ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എടുക്കാം. എടുത്ത് നമുക്ക് സീലെടുത്ത് നമുക്ക് എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഒരു സൊവിനിയർ ആയിട്ട് നമുക്ക് കയ്യിൽ കരുതാൻ വേണ്ടി പറ്റും. സോ നമ്മളിവിടെ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ട്രെയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് യെസ്, ഫൈനലി നമ്മുടെ ട്രെയിൻ ഇവിടെ അറൈവ് ആയിട്ടുണ്ട്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിൻ കഴിഞ്ഞ് എൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. സോ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും ആ സ്വിസ് ആൽപ്സിൻ്റെ ആ ഒരു ഏരിയേൻ്റെ. അപ്പോൾ അതിന് കാരണം ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ആൻഡ് ആ സമയത്തായിരുന്നു ഒരു സണ്ണിൻ്റെ ഒരു ബീമൊക്കെ അവിടെ നിന്ന് വന്നിട്ട് ഒരു വേറൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് യെസ്, നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ ഫൈനലി ആ ഒരു പാസ്പോർട്ട് നമ്മൾ സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ കയ്യിൽ രണ്ട് പാസ്പോർട്ടായിരുന്നു അവർ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നത്. നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 3 പാസ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി അത് സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതിനകത്ത് നമ്മുടെ പേരും പിന്നെ എന്നാണ് നമ്മൾ അവിടെ അറൈവ് ചെയ്തതെന്നുള്ള ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടൊരു സീലാണ്. അങ്ങനെ നമ്മൾ മേലെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു 1.5 hours ഒരു ഡിസ്കവറി ടൂർ ഉണ്ട്. സോ അവിടെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നതാണ് സ്ഫിങ്സ് ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഐസ് പാലസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മേലെ ഉള്ളത്. അപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കവറി ടൂർ എന്ന് പറഞ്ഞിട്ട് തന്നെ ആരോമാക്സ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ്ലി അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. യെസ്, അങ്ങനെ ഡിസ്കവറി ടൂർ നമ്മൾ ഫൈനലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്ലൂ ബോർഡിൽ അവരിങ്ങനെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്ന ഒരു 360 സിനിമാസിലോട്ടാണ്. സോ നമ്മൾ അവിടെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് സറൗണ്ടഡ് ബൈ കംപ്ലീറ്റ് നമുക്കിങ്ങനെ ഓരോ ഇങ്ങനത്തെ സ്ക്രീൻസ് അവർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആ 360 ക്യാമറാസിൽ ആ ഫുൾ ആൽപ്സ് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. യെസ്, അപ്പോൾ ആ ഒരു 360 ക്യാമറയുടെ ആ വ്യൂ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പോകുന്നത് സ്ഫിങ്സ് ടെറക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് പോലെ തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ നമുക്ക് സ്നോയി എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്.
ജംഗ്ഫ്രോജസിലെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്സ് ആണ് ഈ സ്വിങ്സ് ഒബ്സർവേറ്ററി. സോ ഒരു എലിവേറ്ററിൽ കൂടെ നമുക്ക് ഹയസ്റ്റ് ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോം ഇൻ യൂറോപ്പിലോട്ട് പോകാൻ പറ്റും. അവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ വ്യൂസ് അൺബിലീവബിൾ ആണ്. നമുക്ക് സ്വിസ് ആൽപ്സ് കംപ്ലീറ്റ് ആ സ്ട്രെച്ച് ഓഫ് പീക്സ് കാണാൻ പറ്റും. അതുപോലെ ചില ദിവസങ്ങൾ വിസിബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ചില നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൻ്റെ ചെറിയ ഒരു വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നു പറയപ്പെടുന്നു. നമുക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായില്ല. എനിവേ ഇവിടെ നിന്ന് ചെറിയ വിസിബിലിറ്റിയിൽ നമുക്ക് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനിയൊക്കെ കവർ ചെയ്യുന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയില്ല. പക്ഷേ ഇവിടുത്തെ വിൻഡ് ഈസ് വെരി സ്ട്രോങ്, ഭയങ്കര തണുപ്പായിരുന്നു. ആൻഡ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് യൂറോപ്പ്, ദാറ്റ് ഈസ് അൺഫോർഗെറ്റബിൾ ആക്ച്വലി. യെസ്, ആ വ്യൂസും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഓരോ മലനിരകളും ഓരോ മൗണ്ടൻസിൻ്റെ പേരുകൾ അവരിവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര അടി മേലെയാണ്, എത്ര ഫീറ്റ്സ് ആണ്. അപ്പം ടോപ്പസ്റ്റ് പോയിന്റ് ആണ് ജംഗ്ഫ്രോജസ്. അതല്ലാണ്ടുള്ള പോയിന്റ്സ് ഒക്കെ കുറേ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. അപ്പോൾ ആ ജോഗ്രഫിയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ റിയലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ സ്വിങ്സ് ടെറസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ആഫ്റ്റർ സ്വിങ്സ് ടെറസ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഐസ് പാലസിലോട്ട് നമ്മൾ ഇനി പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബൈ ദ വേ, ഈ സ്വിങ്സ് ടെറസിലാണ് നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു വ്യൂ കിട്ടുന്നത്. സോ അവിടെ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്, ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. സോ അവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചില ആൾക്കാർ നമ്മൾ പറയില്ലേ, നമ്മളൊരു ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളൊരു സോവിനിയർ അവിടെ ലീവ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറേ പേര് അവിടെ ഇങ്ങനെ ലോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ രണ്ടുപേരുടെയും പേരിലുള്ള ലോക്സ് കൊണ്ടുവന്ന് അതിങ്ങനെ രണ്ടും ചേർത്ത് വെച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഈ അവിടുത്തെ കമ്പികളിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കിങ്ങനെ കുറേ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് യെസ്, ഇവിടെ അവരതിൻ്റെ കാര്യങ്ങൾ ജംഗ്ഫ്രോജസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, ലൈക്ക് എങ്ങനെയാണ് ഹിസ്റ്റോറിക് സൈറ്റ് ആയത്, അങ്ങനെ കുറേ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് സ്റ്റേഷനാണ് ജംഗ്ഫ്രോജസ്. അതിൻ്റെ കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മെല്ലെ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഓക്കെ, ആൻഡ് ബൈ ദ വേ, സ്വിസ് ഇസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് സ്വിസ് ചോക്ലേറ്റ്. നമുക്കറിയാം ലിൻ ചോക്ലേറ്റ് ഫാക്ടറി. അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്വിസ്സിലെ വാച്ചസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മേലെ വാച്ചസിൻ്റെ ഒരു എന്താ പറയുക വിസ്മയിപ്പിക്കുന്ന ഒരു ശേഖരം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്വിസ് വാച്ചസും, സ്വിസ് മാത്രമല്ല പല ബ്രാൻഡിൻ്റെ വാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അത് കഴിഞ്ഞ് മെല്ലെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കവിടെ ആൽപൈൻ സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട്
ഒരു ഗ്ലോബ് ഒക്കെ ഫോം ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ മെല്ലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് സോ ബ്യൂട്ടിഫുൾ. സോ ശരിക്കും നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഷാറുഖ് ഖാൻ്റെ ഒക്കെ ഫിലിംസിൽ കാണത്തില്ലേ, ആൻഖോ മേ തേരി ഓ ജബ് സേ ആ പാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഗ്ലോബ്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സൂപ്പർബ്, ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി, അൺഫോർഗറ്റബിൾ ആയിരുന്നു. കുറേ നേരം ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതിങ്ങനെ വാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു അവിടുത്തെ. യെസ്, ഇവിടെ നമ്മൾ കാണുന്ന കണ്ടില്ലേ, അതായത് ചെറിയ ചെറിയ മിനിയേച്ചർ പീസസ്, നമ്മൾ ഈ പാവക്കൂത്ത്, പപ്പറ്റ് ഷോ, അതിൻ്റെയൊക്കെ ഒരു റിസംബ്ലൻസ് ആയിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. And yes, here comes another most unexpected places in the top of Europe. Yes, സ്നോയിനേക്കാളും ഐസിനേക്കാളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഹിഡൻ ഇൻസൈഡ് ദ ഗ്ലേഷ്യർ ഇസ് എൻ ഐസ് പാലസ്, ഒരു നെറ്റ്വർക്ക് ഓഫ് ടണൽസ് കാർവ്ഡ് ഡയറക്ട്ലി വിത്ത് സോളിഡ് ഐസ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഫുൾ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് വൈറ്റ് സറൗണ്ട് ചെയ്ത് പോവുകയാണ്. സോ കുറേ ഐസിൻ്റെ സ്കൾപ്ചേഴ്സ് ഇവിടെ ഈ വാൾസ്, അതുപോലെ തന്നെ ഫ്ലോറും ഒക്കെ ഫ്രോസൺ സ്മൂത്ത് ആയിട്ട് നമുക്കിങ്ങനെ ഫുൾ ഐസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ് ആയിരുന്നു അവിടെ. അപ്പം ഭയങ്കര ക്വൈറ്റാണ്, ഭയങ്കര കോൾഡാണ്. സോ ഒരു വേറൊരു ലോകത്തിലോട്ട് നമ്മൾ എൻറ്റയർലി ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും. സോ ഈ ഒരു പാലസ് എന്ന് പറയുന്നത് റീബിൽഡ് ചെയ്ത് എല്ലാ വർഷവും അവർ മെയിൻറ്റെയിൻ ചെയ്യാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഗ്ലേഷ്യർ പതുക്കെ സ്ലോലി ഇങ്ങനെ ചേഞ്ചസ് വരുന്ന കാരണം അവർ ഡെയിലി മീൻസ് എല്ലാ ആനുവലി അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാലസാണ് ഈ ഐസ് പാലസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കുറേ ഇങ്ങനത്തെ സ്കൾപ്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഐസിൽ ഫ്ലോറും ഒക്കെ ഐസാണ് കേട്ടോ, ഫുൾ ഐസാണ്. അപ്പോൾ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ചുറ്റിനും ഐസ് ഫ്രോസൺ ഐസ്. ദാറ്റ് വാസ് സൂപ്പർബ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം, കാരണം സ്ലിപ്പറി ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഒരു ഹോൾഡൊക്കെ വെച്ച് നടക്കണം. പിന്നെ അവിടെ തന്നെ വേറെ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ സോൾലി അവർ ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരത് രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. യെസ്, നമ്മളിവിടെ കാണുന്നത് ഓരോ ആനിമൽസിന് ഇതൊക്കെ ഫ്രോസൺ ആക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കതൊക്കെ ഒരു
ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇതുപോലെ കുറേ ഇങ്ങനെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഐസിനകത്ത്. ലബൂബുവിൻ്റെ ടോയ് ഒക്കെ വെച്ചിട്ടാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ദേ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ്, ഫൈനലി നമ്മൾ ആ പോയിന്റ് എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സ്നോ ഫൺ, അതായത് സ്നോയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആ ഫ്ലാഗ് പോയിന്റ് ആണ് ഇപ്പം നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നത്. യെസ്, ഇവിടെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഫൈനൽ പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഓപ്പൺ ആക്കി സ്നോയിലോട്ടുള്ള ഒരു ഏരിയ വിട്ടിരിക്കുകയാണ് അവർ. അപ്പം നമുക്ക് അവിടെ ഒരു ഫ്ലാഗി പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം, നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ട് നടക്കണം. അതുപോലെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് അവരവിടെ കയറും കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നടന്നു പോയി അവിടെ ആ ഒരു എക്സ്പീരിയൻസും കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, അതാണ് ആ ഒരു ഹൈസ്റ്റ് പോയിന്റിലെ നമ്മുടെ സോവിനിയർ ആക്കാൻ പറ്റിയിട്ടുള്ള ആ ഫ്ലാഗ് പോയിന്റ് എന്ന് പറയുന്നത്. യെസ്, ദ ടോപ്പസ്റ്റ് പോയിന്റ് ഇസ് ഹിയർ ഫൈനലി.
യെസ്, സോ ജങ് പ്രോജക്റ്റ് വർത്ത് ആണോ? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ജങ് പ്രോജക്റ്റ്. പക്ഷേ ആക്ച്വലി യു ആർ പേയിങ് ഫോർ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇംപ്രസീവ് മൗണ്ടൻ റെയിൽവേസ് and access to the Europe's highest train station, glaciers, snow, views that most people will never see and once in a lifetime experience. So cheap ആണോ? അല്ല. Unforgettable ആണോ? Absolutely unforgettable ആണ്. So it is one of the most beautiful experience you will have in Switzerland. So best time to visit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ depends on what you want. അപ്പോൾ നമുക്ക് സമ്മറിൽ പോവുകയാണെങ്കിൽ ക്ലിയറർ സ്കൈസ്, ഈസിയർ ട്രാവൽ, ഓൾസോ പക്ഷേ ബിഗ് ക്രൗഡ്സ് ആയിരിക്കും. വിൻ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്വയറ്റർ ആയിരിക്കും. ഇൻക്രെഡിബ്ലി ഇറ്റ് ഈസ് മാജിക്കൽ, ബട്ട് ദ വെദർ ഇറ്റ് ക്യാൻ ചേഞ്ച് ക്വിക്ക്ലി ആൻഡ് വിസിബിലിറ്റി നമുക്ക് ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോ മാറ്റർ എപ്പോൾ വിസിറ്റ് ചെയ്താലും എപ്പോഴും നിങ്ങൾ ആ വെദർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ക്ലിയറർ സ്കൈസ് ആണെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻസ്, ലൈക്ക് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. സോ Young Project isn't just a place you should visit, it's a journey, history, engineering and one of the most powerful landscapes in Europe. So when നമ്മളിവിടെ നിൽക്കുമ്പോൾ surrounded by ice and surrounded by the blue sky, it's impossible that we can feel. നമുക്ക് അവിടെ നിന്ന് ഒരു സോവനിയർ ചോക്ലേറ്റും കിട്ടി. So bye guys.